പാണ്ഡവ് ഭവൻ, ശിവശക്തി പാണ്ഡവ സൈന്യത്തിൻ്റെ കൊട്ടാരം. ഈ സ്ഥലത്തെ മധുബനം എന്നും വിളിക്കുന്നു. എല്ലാവരേക്കാളും ഏറ്റവും മധുരമുള്ള ബാബ വന്ന് ഈ ലോകത്തെ എല്ലാ കയ്പുകളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദേവതകളെ പോലെ മധുരമാക്കുന്ന സ്ഥലമാണ് ഇത്. ബാബയ്ക്ക് പൂക്കൾ വളരെ ഇഷ്ടമായിരുന്നു. പാണ്ഡവ ഭവനിൽ അദ്ദേഹം മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. ബ്രഹ്മബാബ പറയും, ഈ പൂന്തോട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പൂക്കളും കാണാം. ഈ പൂക്കളും പഴങ്ങളും ഞാൻ എൻ്റെ എല്ലാ കുട്ടികൾക്കും നേരിട്ട് നൽകും. ഈ പൂന്തോട്ടത്തിലെ എല്ലാ പുഷ്പങ്ങൾക്കും അതിൻ്റേതായ ആത്മീയ പ്രാധാന്യമുണ്ട്. ചില പൂക്കൾ ഇപ്പോൾ വളർന്നു തുടങ്ങിയിട്ടേയുള്ളൂ, എന്നാൽ ചിലത് സൂര്യകാന്തിയായി മാറിയിരിക്കുന്നു. അവർ എല്ലാ സമയത്തും അറിവിൻ്റെ സൂര്യനെ അഭിമുഖീകരിക്കുന്നവരാണ്. ചിലത് ആത്മീയ റോസാപ്പൂക്കളായി അനേകം ദൈവീക ഗുണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ചിലത് പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന മുല്ലപ്പൂക്കളാണ്. മറ്റു ചിലരാകട്ടെ അറിവിൻ്റെ പൾപ്പ് നിറച്ച ഫലങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്രകാരമാണ് ഈ മനോഹരമായ പൂന്തോട്ടം സന്ദർശിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിവ് പകരാനുള്ള ഉപകരണമാകുന്നത്. പലപ്പോഴും ബാബ കുട്ടികളെ ആത്മീയമായി രസിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ബാബ തൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം പൂക്കൾ കൊണ്ടുവരാൻ രഹസ്യമായ ഒരുക്കങ്ങൾ നടത്തി. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, ഇന്ന് ആരെങ്കിലും വന്ന് ഓരോരുത്തർക്കും നിങ്ങളുടെ സ്റ്റേജിനെ അടിസ്ഥാനമാക്കി ഒരു പുഷ്പം നൽകും എന്ന്. മധുരമുള്ള കുട്ടികളെല്ലാം വിഷമിക്കാൻ തുടങ്ങി. ബാബ അവരുടെ മുഖത്തേക്ക് നോക്കി മധുരമായി പുഞ്ചിരിച്ചു. കുട്ടികളെ അവരുടെ സ്വന്തം സ്റ്റേജിനെ പരിശോധിക്കാൻ അനുവദിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു ഇത്. എന്നാൽ വാസ്തവത്തിൽ ബാബ എല്ലാ കുട്ടികൾക്കും അവസാനം ഒരേ പുഷ്പം തന്നെയാണ് നൽകിയത്. ബാബ തോട്ടത്തിൽ വലിയ മുന്തിരി വൈനുകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. എല്ലാ വർഷവും മുന്തിരിപ്പഴങ്ങൾ പാകമാകുമ്പോൾ ബാബ ഒരു സ്നേഹം നിറഞ്ഞ കത്ത് എഴുതി അതിനോടൊപ്പം എല്ലാ സേവന സ്ഥലങ്ങളിലേക്കും ഒരു കൊട്ട മുന്തിരിപ്പഴം അയക്കുകയും ചെയ്യുമായിരുന്നു. ബാബ ഓരോ കുട്ടിയുടെയും പേരെഴുതുകയും കുട്ടികൾക്ക് എല്ലാവർക്കും ഈ മധുരമുള്ള മുന്തിരി മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. പൂന്തോട്ടത്തിനുള്ളിൽ തന്നെ ബാബ തൻ്റെ ചെറിയ കുടിലും പണിതിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ലളിതമായ ഒരു സ്ഥലമായിട്ടാണ് കുടിലിനെ തോന്നുക. എന്നിരുന്നാലും കുടിലിലേക്ക് പോകുന്ന ആർക്കും ബാബയുടെ സാന്നിധ്യത്തിൽ ഭാരരഹിതരായും നിശ്ചിന്തരായും അനുഭവപ്പെട്ടു. ഈ കുടിലിൽ ഇരുന്നാണ് ബാബ ലോകമെമ്പാടുമുള്ള തൻ്റെ എല്ലാ കുട്ടികൾക്കും സ്നേഹം നിറഞ്ഞ കത്തുകൾ എഴുതിയിരുന്നത്. കുടില് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സൗന്ദര്യാത്മകമായിരുന്നു. സീലിങ്ങിനായി മനോഹരമായ ഒരു മേലാപ്പ്, അതിനു മുകളിൽ ഒരു ബൾബും
ബാബ രൂപകൽപ്പന ചെയ്തിരുന്നു. രാത്രിയിൽ സമുദ്രത്തിൻ്റെ നടുവിൽ ഉള്ള ഒരു ലൈറ്റ് ഹൗസ് പോലെ അത് തോന്നി. കടലിൽ നഷ്ടപ്പെട്ട എല്ലാ ബോട്ടുകളും ബാബ ഹട്ടിൻ്റെ സെർച്ച് ലൈറ്റിലൂടെ തങ്ങൾക്ക് വഴി കണ്ടെത്താൻ സാധിക്കുന്ന വിധം അത് നിലനിന്നു. ബാബ തൻ്റെ എല്ലാ കുട്ടികൾക്കും വേണ്ടി വളരെ സൗകര്യങ്ങളുണ്ടാക്കി. എന്നാൽ ബാബ സ്വയത്തിന് താമസിക്കാൻ വളരെ ലളിതവും ചെറുതുമായ ഒരു മുറിയാണ് തിരഞ്ഞെടുത്തത്. പല കുട്ടികളും ബാബയോട് ചോദിക്കും, ബാബ, താങ്കൾ വളരെ കഠിനാധ്വാനം ചെയ്താണ് ഈ പാണ്ഡവ് ഭവൻ സ്ഥാപിച്ചിരിക്കുന്നത്. താങ്കളും പുതിയ മുറികളൊന്നിൽ താമസിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ബ്രഹ്മബാബ വളരെ സരളമായി ഇങ്ങനെ പറയുമായിരുന്നു, കുട്ടികളെ, ശിവബാബ ഈ പഴയ ശരീരം ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് പുതിയ ലോകത്തിൻ്റെ അവകാശം തരുന്നത്. അതുപോലെ തന്നെ ഈ ബാബ കുട്ടികൾ പുതിയ മുറികളിൽ താമസിക്കുന്നത് കണ്ട് സന്തുഷ്ടനാണ്. ഈ അച്ഛൻ ലോകത്തിന് മുഴുവനുള്ള ആത്മീയ സേവകനാണ്. ഒരു സേവകന് ഈ മുറി തന്നെ ധാരാളമാണ്. ബാബയുടെ കൈകൾ എപ്പോഴും കൊടുക്കുന്ന ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ഭൗതിക സൗകര്യങ്ങളിൽ നിന്നും അദ്ദേഹം വേർപെട്ടു. ഇപ്രകാരമായിരുന്നു ബാബയുടെ പൂന്തോട്ടം, ബാബയുടെ കുടിൽ, ബാബയുടെ മുറി നിർമ്മിക്കപ്പെട്ടത്. ശുദ്ധമായ വികാരങ്ങളുടെയും ആശീർവാദങ്ങളുടെയും ശക്തമായ അടിത്തറയോടെയാണ് വളരെ കാലമായി നഷ്ടപ്പെട്ടതും ഇപ്പോൾ കിട്ടിയതുമായ കുട്ടികൾക്ക് ബാബ വീട് നിർമ്മിച്ചിരിക്കുന്നത്. कहते हैं मुझको है कुटिया ही प्यारी, कहते हैं मुझको है कुटिया ही प्यारी। आज भी बाबा लगता है जैसे खत लिख रहा हो कुटिया में बैठे, ऐसे सभी को अनुभव होते जैसे आमने सामने हो, जैसे आमने सामने हो। मधुबन में बगिया, बगिया में कुटिया, कुटिया में बाबा। बाबा बच्चों को ऐसे खत लिखते जैसे आमने सामने हो, जैसे आमने सामने हो। मधुबन में बगिया, मधुबन